ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS പരീക്ഷ വളരെ അടുത്ത് കഴിഞ്ഞു. ഇനി കേവലം 2 മാസമേ ഉള്ളൂ. അപ്പോൾ ആ 2 മാസത്തിനുള്ളിൽ നമുക്ക് ക്രാക്ക് ചെയ്യണം. ഒരുപാട് ആൾക്കാരും പഠിച്ച് റിവിഷൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇനിയുള്ള ആൾക്കാരുണ്ട്, പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. സമയമാവട്ടെ, എക്സാം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ. ഏതാൾക്കാരായാലും, ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായാലും ഉറപ്പായിട്ടും എല്ലാവരിൽ നിന്നും കുറച്ച് ആൾക്കാർ എവിടെ കയറും? പ്രിലിംസ് കടക്കും. അപ്പോൾ പ്രിലിംസ് കടക്കണമെങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട്, കുറേ വർഷങ്ങളായിട്ട് പഠിച്ചിട്ടും ഇതുവരെ പ്രിലിംസ് മെയിൻസും ഒക്കെ കിട്ടാതിരിക്കുന്ന കുറച്ച് ചങ്ങാതിമാരുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരെങ്ങും ഇല്ലാത്ത ചോദ്യങ്ങൾ അന്വേഷിച്ച് പോകുന്നത് കൊണ്ടാണ്. അതായത് സിലബസ് അനുസരിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം PSC. അപ്പൊ PSC ഇതുവരെ ചോദിക്കാത്ത, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കുത്തിയിരുന്ന് പഠിക്കും. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ് വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യത്തില്ല. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ. അതിന്റെ കാരണം ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആരും പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻസ് അന്വേഷിച്ച് പോകുന്നതിനാലാണ്. ഇനി 100 മാർക്ക് ഉണ്ട്. ആ 100 മാർക്കിൽ 80 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 80 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്താതിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേനെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ. SCERT പഠിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ. ഇതൊന്നും ഇല്ലാത്ത, ലോകത്തൊന്നും ഇല്ലാത്ത 20 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടോ, മെയിൻസ് കിട്ടോ, ജോലി കിട്ടോ? ഇല്ല, കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർപ്പിക്കുക. അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനൊരു 6 കാര്യം പറയാം, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഒന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞ കാര്യം തന്നെ, പഠിച്ച കാര്യം നന്നായിട്ട് റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡുകൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മോക്ക് ടെസ്റ്റുകൾ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ ഒത്തിരി ബുക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റി LGSന്റെ. പിന്നെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC ബുള്ളറ്റിനിലൊക്കെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഒരുപാട് യൂട്യൂബ് ചാനലുകൾ മോക്ക് ടെസ്റ്റുകൾ തരുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ തരുന്നുണ്ട്. പിന്നെ SCERT ഉണ്ട്. SCERT കംപ്ലീറ്റ് നന്നായിട്ട് പഠിക്കണം. SCERT എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിച്ചാൽ അത്രയും നല്ലത്. അതാണ് SCERT സംബന്ധിച്ചിടത്തോളം. അത് മാത്സ് ആയാലും ശരി, SCERT ബാക്കിയുള്ള സോഷ്യൽ സയൻസും ആയാലും ശരി. പിന്നെ പഴയ ചോദ്യ പേപ്പറുകൾ ചെയ്തു തുടങ്ങാം. കറണ്ട് അഫയേഴ്സ് എവിടെ കിട്ടുവാണെങ്കിലും പഴയ ചോദ്യ പേപ്പറിനെ ആസ്പദമാക്കി, അതായത് പഴയ ചോദ്യ പേപ്പറിൽ ഇപ്പോൾ ഓടക്കുഴൽ അവാർഡ് 2019 ലഭിച്ചതെന്ന്, 2019 ചിലപ്പോൾ നമുക്ക് വേണ്ടി വരത്തില്ല. 2020 മുതലുള്ള അവാർഡുകളൊക്കെ നമുക്ക് വേണം. അപ്പോൾ എന്ത് ചെയ്യുക? ആ 2020 മുതലുള്ളത് കളക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കണം. അതും പഴയ ചോദ്യ പേപ്പർ നോക്കി, പഴയ ചോദ്യ പേപ്പറിൽ എങ്ങനെയാണ് ചോദിച്ചു എന്നൊരു ലെവലിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നെഗറ്റീവ് മാർക്ക് നമ്മൾ ഒഴിവാക്കണം. നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനും ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ സഹായിക്കും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ? മൊത്തം 4 പ്രസ്താവന കാണും. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്, ശരി ഏതെന്ന് മാത്രമാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ തെറ്റ്, പിന്നെ രണ്ടാമത്തെ നോക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, മൂന്നാമത്തെ പ്രസ്താവന നോക്കുമ്പോൾ അത് തെറ്റാണ്, പിന്നെ ഉള്ളത് തെറ്റാണ്. അപ്പം നമുക്ക് ഉറപ്പായിട്ടും എടുക്കാൻ പറ്റും ശരിയായിട്ടുള്ളത് ഇതാണെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്താശേഷിയെ നമ്മൾ കൊണ്ടുവരണം. അതിന് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് SCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേറെ എങ്ങും നിങ്ങൾ അന്വേഷിച്ച് പോകണ്ട. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്, PDF നോട്ട്, മോക്ക് ടെസ്റ്റ്, സ്റ്റഡി പ്ലാൻ, അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമഗ്രം സുന്ദരം എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് SCERTന്റെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ യൂണിവേഴ്സിറ്റി LGS കംപ്ലീറ്റ് ടെസ്റ്റ്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ താല്പര്യമുള്ളവർക്ക് അതിനു വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ എവിടെന്നെങ്കിലും റാങ്ക് ഫയലോ അല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ്സോ കണ്ടിട്ട് സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ സിലബസിനനുസരിച്ചിട്ട് എന്തൊക്കെയുണ്ടോ, സിലബസിന്റെ A to Z നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. പ്രിലിംസ് കിട്ടും, മെയിൻസും കിട്ടും, ജോലിയും കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.